പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ആൾ കൂടി നമുക്കൊപ്പം പ്രതികരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാരണം വിവിധ മേഖലയിലുള്ളവർ ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു, എന്ത് തരത്തിലുള്ള മാറ്റമാണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളതെന്നാണ്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്നതാണ്. കാരണം ജനങ്ങളുടെ അഭിലാഷങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുന്ന വിവിധ വിഭാഗങ്ങളെ മുഖ്യമന്ത്രി എന്നെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തേടുകയാണ്. ഈ സർക്കാരിൻ്റെ ഈ സമീപനത്തിനെ എങ്ങനെയാണ് ഈ രംഗത്ത്, ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് അത് കാണുന്നത്? തീർച്ചയായിട്ടും ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇത് സ്വീകരിക്കുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ജനങ്ങളെ കേൾക്കുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ആതുര സേവന രംഗത്ത്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികളും കോളേജുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ്. ആരോഗ്യ നഗരി എന്ന പേരൊക്കെ തിരുവല്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അനേകം മെഡിക്കൽ കോളേജുകൾ, എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ തന്നെ 4 മെഡിക്കൽ കോളേജ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഈ രംഗത്ത് പ്രത്യേകിച്ച് പുഷ്പഗിരി ആശുപത്രിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുക. മുഖ്യമന്ത്രി ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ആരോഗ്യരംഗത്താണെങ്കിലും മറ്റ് സാമൂഹിക രംഗത്താണെങ്കിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ജനങ്ങളെ കേൾക്കുവാനായിട്ട് പ്രിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിയുകയും അതനുസരിച്ച് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുമെന്ന് എന്ന വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഒരുപാട് നന്ദിയോടും സ്നേഹത്തോടും കൂടി ഞാനിതിനെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പാർട്ടി വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ പ്രിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റും മന്ത്രിമാരും കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യം, കുട്ടികളുടെ വളർച്ചയും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും വേണ്ടി സർക്കാർ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നാണ് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ആരോഗ്യരംഗത്തുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ബിലീവേഴ്സ്, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികൾ, വിവിധ കോഴ്സുകൾ പഠിക്കുന്ന കോളേജുകളുണ്ട്. അവരുടെ എല്ലാം പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. ഏകദേശം 23 വർഷങ്ങളോളമായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളോടുള്ള കരുതൽ മനോഭാവമുണ്ട്. അതിന് പ്രത്യേകമായി നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നെ ഒരു ദിവസം തന്നെ ഏകദേശം 8000-ഓളം ആളുകൾ കടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് പുഷ്പഗിരി, അതുപോലെ മറ്റുള്ള മെഡിക്കൽ കോളേജുകൾ. അവിടെ തീർച്ചയായിട്ടും ആളുകൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സർക്കാർ കാണിക്കുന്ന നല്ല കാര്യങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പേഷ്യൻസ് കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. സർക്കാരിൻ്റെ വലിയൊരു നന്മ കൊണ്ടാണ് അത് നടക്കുന്നത്. അതിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും, രോഗികൾക്കുള്ള സൗകര്യങ്ങളിലാണെങ്കിലും മുന്നോട്ട് സർക്കാർ കൂടുതൽ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ എല്ലാവരും കേൾക്കാനായിട്ട് മുഖ്യമന്ത്രി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തയ്യാറായി എന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ്. അതനുസരിച്ച് മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ സഹകരിക്കും, മുന്നോട്ട് വരുന്ന കാര്യങ്ങളിൽ നടപടികൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. താങ്ക് യു.